നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ വരുന്ന ഇതാണ്. എ ഹോളോ പ്രിസം ഓഫ് ബേസ് എ സ്ക്വയർ ഓഫ് സൈഡ് 16 സെന്റിമീറ്റർ കണ്ടെയ്ൻസ് വാട്ടർ 10 മീറ്റർ ഹൈ അല്ലേ. എ ഹോളോ പ്രിസം ഓഫ് ബേസ് എ സ്ക്വയർ ഓഫ്. അപ്പം നമ്മൾ അവിടെ ആദ്യം ക്വസ്റ്റ്യൻ നന്നായി വായിക്കണം. കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ മീനിങ് മനസ്സിലാക്കി പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? എ ഹോളോ പ്രിസം ഓഫ് ബേസ് എ സ്ക്വയർ. നമുക്ക് മനസ്സിലായി ഇതൊരു ഹോളോ പ്രിസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മോൾ ഭാഗം ചിലപ്പോൾ ഓപ്പൺ ആയി കിടക്കുന്ന ഒരു പ്രിസം ആയിരിക്കും. ഇതിനെന്താണ്? ഹോളോ പ്രിസം ഓഫ് ബേസ് എ സ്ക്വയർ ഓഫ് സൈഡ് 16 സെന്റിമീറ്റർ. നമുക്ക് എന്ത് മനസ്സിലായി? ബേസ് എന്താണെന്ന് മനസ്സിലായി. ബേസ് സ്ക്വയർ ആണ് എന്ന് മനസ്സിലായി അല്ലേ. ഇതിന്റെ സ്ക്വയർ 16 ആയിരിക്കും. ഒരു സൈഡ് എത്രയാണെന്നാ പറയുന്നത്? 16 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടെയ്ൻസ് എ വാട്ടർ 10 മീറ്റർ ഹൈ. അപ്പൊ നമുക്കിവിടെ റഫായിട്ട് എന്ത് ചെയ്യാം? ഒരു പ്രിസം ഇങ്ങനെ വരച്ചു വെക്കാം. അപ്പൊ ഇതാണ് ഹോളോ പ്രിസം. ഇതിന്റെ ഹൈറ്റ് എത്രയാണ് പറഞ്ഞത്? ഇതിന്റെ ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് 10 എത്രയാണ്? 10 സെന്റിമീറ്റർ ഹൈറ്റ്. അപ്പൊ ഇത്ര ലെവലിൽ എന്തുണ്ട്? ഇതിൽ വാട്ടർ ഉണ്ട് അല്ലേ. വാട്ടർ എത്രയാണുള്ളത്? 10 സെന്റിമീറ്ററിൽ ഹൈറ്റ് ഉണ്ട്. ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇത്രയും നമുക്ക് മനസ്സിലായി. ഇനി അടുത്തതോ, ഇഫ് എ സോളിഡ് ക്യൂബ് ഓഫ് സൈഡ് 8 സെന്റിമീറ്റർ ഈസ് ഇമേഴ്സ്ഡ് ഇൻ ഇറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഇത് 10 സെന്റിമീറ്റർ ഹൈറ്റ് ആണ് ഉള്ളത്. ഇനി ഇതിന്റെ വോളിയം നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു 8 സെന്റിമീറ്റർ ഈസ് ഇമേഴ്സ്ഡ് ഇൻ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 8 സെന്റിമീറ്റർ ക്യൂബ് ഇതായിരിക്കും. ഇതിപ്പോൾ ഒരു 8 സെന്റിമീറ്റർ ക്യൂബ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇത് 8 സെന്റിമീറ്റർ ക്യൂബ് ആണെങ്കിൽ ഇതിന്റെ എല്ലാ സൈഡ്സും നമുക്കറിയാം 8 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പം നമ്മൾ ഒരു ഇതേ സെയിം സാധനമാണിത്, സെയിം പ്രിസം തന്നെയാണ്. അപ്പോൾ വാട്ടർ ലെവൽ ഇപ്പോൾ കിടക്കുന്നത് ഇത്രയാണ്. നമ്മൾ പറഞ്ഞു 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിലേക്ക് എന്ത് ചെയ്യാൻ പോവാണ്? ഈ 8 സെന്റിമീറ്റർ ക്യൂബ്, ഈ 8 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു സോളിഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ വാട്ടറിൽ കൊണ്ടുപോയി ഇടാൻ പോവുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഇതിൽ കൊണ്ടുപോയി ഇടുന്ന സമയത്ത് നമുക്കറിയാം സോളിഡ്സ് ഇടുമ്പോൾ അതെന്ത് ചെയ്യും? വാട്ടർ ലെവൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലേ. ഇമേഴ്സ്ഡ് ഇൻ ഇറ്റ് ബൈ ഹൗ മച്ച് വുഡ് വാട്ടർ ലെവൽ റൈസ്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും വാട്ടർ ലെവൽ റൈസ് ചെയ്യുക? നമുക്കറിയാം സ്വാഭാവികമായിട്ട് നമ്മളൊരു കല്ല് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വാട്ടർ ലെവൽ കൂടി വരും. അതുപോലെ ഇവിടെ ഇത് സോളിഡാണ്, അതുകൊണ്ട് ഈ സോളിഡിന്റെ വെയിറ്റ് എന്ത് ചെയ്യും? വെള്ളത്തിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ അത് ഇത്രയാണെന്ന് വിചാരിക്കുക. പക്ഷേ ഈ ഇൻക്രീസ് ചെയ്തത് എത്രയായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ക്വസ്റ്റ്യൻ്റെ മീനിങ് മനസ്സിലായോ? അപ്പം ആദ്യം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു പ്രിസത്തിൽ ഇത്ര വാട്ടറിന്റെ ഹൈറ്റ് ഇത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം ഇത്രയാണ് വാട്ടർ ലെവൽ ഉള്ളത് എന്ന് നമുക്കറിയാം. ഇനി ഒരു സോളിഡ് നമ്മൾ അതിൽ കൊണ്ടുപോയി ഇടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എത്ര ഇൻക്രീസ് ആവും എന്നുള്ളതാണ് നമ്മളെ ചോദ്യം. എന്ന് പറഞ്ഞാൽ ഈ 8 സെന്റിമീറ്ററുള്ള ഒരു സോളിഡ് നമ്മൾ അതിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ, ഒരു ക്യൂബ് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടും വാട്ടർ ലെവൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അത് എത്രയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എന്താണ് ഇതിൻ്റെ ഏരിയ അല്ലേ. ബേസ് ഏരിയ എന്താണ് എന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് പ്രിസത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. അതിനുശേഷം വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ? ഈ സോളിഡിൻ്റെ, അതായത് നമ്മൾ കൊണ്ടുപോയി ഇടുന്ന സോളിഡിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? വോളിയം കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് നോക്കി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എന്നിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എത്രയാണോ വാട്ടർ ലെവൽ ഇൻക്രീസ് ആയത് എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കാം. ആദ്യം നമ്മൾ ഈ പ്രിസത്തിൻ്റെ ബേസ് ഏരിയ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ബേസ് ഏരിയ എത്രയാണ്? ബേസ് ഏരിയ നമുക്കറിയാം ഇതാണ് പ്രിസത്തിൻ്റെ ബേസ് വരുന്നത്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ സ്ക്വയർ ആണ്, ഒരു സൈഡ് 16 ആണ് എങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ബേസ് ഏരിയ എന്തായിരിക്കും? ബേസ് ഏരിയ ഇസിക്കൽ ടു സ്ക്വയർ ആയതുകൊണ്ട് സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ. സൈഡ് ഇൻറ്റു സൈഡ്, ഇത് സ്ക്വയർ ആണ്. ഇവിടെ നമുക്കറിയാം ഇത് സ്ക്വയർ ആയതുകൊണ്ട് സൈഡ് ഇൻറ്റു സൈഡ് ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു 16 ഈസ് ഈക്വൽ ടു 256 സ്ക്വയർ സെൻറ്റിമീറ്റർ. എന്ത് കിട്ടി? ഈ പ്രിസത്തിൻ്റെ, ഈ വരച്ചിരിക്കുന്ന ഈ പ്രിസത്തിൻ്റെ ബേസ് ഏരിയ സ്ക്വയർ ആയതുകൊണ്ട് ഇതിൻ്റെ ബേസ് ഏരിയ എന്ത് വരും? 256 സ്ക്വയർ സെൻറ്റിമീറ്റർ വരും. ഇനി നമുക്ക് ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ സുഖമല്ലേ. വോളിയം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? വോളിയം ഈസ് ഈക്വൽ ടു അല്ലേ, വോളിയം ഈസ് ഈക്വൽ ടു 256 ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എത്രയാണ്? 10 ആണ്. 10 ഈസ് ഈക്വൽ ടു 2560 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇത്രയും മനസ്സിലായോ? അതായത് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചു? ഈ പ്രിസത്തിൻ്റെ ബേസ് ഏരിയ കണ്ടുപിടിച്ചു. നമ്മുടെ വാട്ടർ ലെവൽ 10 ആണ്. ഇനി എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം എത്ര ലെവലിലാണ് വാട്ടർ നിൽക്കുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അത് 2560 ക്യൂബിക് സെൻറ്റിമീറ്ററിലാണ് വാട്ടർ ലെവൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ വോളിയം 2560 ആണ്. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ
ഏത് സോളിഡ് ആണോ നമ്മൾ അതിൽ കൊണ്ടുപോയി ഇടുന്നത് ആ സോളിഡിൻ്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വോളിയം ഓഫ് ക്യൂബ്, ചെറിയ ക്യൂബ് നമ്മൾ അതിൽ കൊണ്ടുപോയി ഇമേഴ്സ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ വോളിയം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? വോളിയം ഓഫ് ദ ക്യൂബ് ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ്, സോറി വോളിയം ആണ്, ഏരിയ അല്ല. വോളിയം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? വോളിയം ഓഫ് ദ ക്യൂബ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ? വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇതാണ് നമ്മൾ കൊണ്ടുപോയി ഇടാൻ പോകുന്ന സോളിഡ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ക്യൂബ് ആയതുകൊണ്ട് എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. എല്ലാ സൈഡും ഈക്വൽ ആയതുകൊണ്ട് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ 8 ഇൻറ്റു 8 ഇൻറ്റു 8 അല്ലേ? 8 8s are 64. 64 ഇൻറ്റു 8 എത്രയാണ്? 8 4s are 32. 6 8s are 48. 49 50 51. 512 ഈസ് ഈക്വൽ ടു 512 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇതാണ് എന്തിൻ്റെ വോളിയം? നമ്മൾ കൊണ്ടുപോയി ഇടാൻ പോകുന്ന പ്രിസത്തിന്, അതായത് സോളിഡിൻ്റെ അല്ല ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് 512 കിട്ടി അല്ലേ? ഇനി നമുക്ക് നോക്കാം നമ്മൾ എന്ത് ചെയ്യാണ്. ഈ പ്രിസത്തിൽ നമ്മൾ ഈ 512 ക്യൂബിക് സെൻറ്റിമീറ്റർ വോളിയം ഉള്ള ഒരു ക്യൂബാണ് നമ്മൾ കൊണ്ടുപോയി ഇടുന്നത്. അപ്പം ഈ പ്രിസം രണ്ടും സെയിം ആണ്, പക്ഷേ ഇത് നമ്മൾ ഇതിൽ കൊണ്ടുപോയി ഇട്ടതിന് ശേഷമുള്ള അളവാണ്. അപ്പോൾ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ സോളിഡ്, ഈ ഒരു ക്യൂബും കൂടി ചേരുമ്പോൾ നമുക്കറിയാം വോളിയത്തിൽ ചേഞ്ച് വരും. അപ്പോൾ വോളിയം എങ്ങനെ മാറ്റം വരും? ഈ 2560ഉം 512ഉം ആയിരിക്കും എന്ത്? ഈ പ്രിസത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഈ പ്രിസത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാലുള്ള വോളിയം എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. അപ്പം വോളിയം, നൗ ദ വോളിയം അല്ലേ? നൗ ദ വോളിയം ഓഫ് പ്രിസം. ഇപ്പോൾ പ്രിസത്തിൻ്റെ വോളിയം എത്രയായിരിക്കും? പ്രിസം ഈസ് ഈക്വൽ ടു 2560 പ്ലസ് 512. ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇപ്പം ഈ ക്യൂബ് നമ്മൾ അതിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ എത്രയാണോ വോളിയം അത് കിട്ടും. അത് എത്ര വരും? 3072 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് എന്ത്? ഈ ക്യൂബും കൂടി അതിൻ്റെ അകത്ത് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാലുള്ള വോളിയം വരുന്നത്. ഇനി നമ്മൾ എന്ത് കാണണം? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റ് കണ്ടുപിടിക്കണം അല്ലേ? ഈ വോളിയത്തിൽ എന്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും? ഇപ്പോഴത്തെ ഹൈറ്റ് ഇൻക്ലൂഡഡ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇതിൻ്റെ ഫോർമുല എഴുതാം. വോളിയം ഈസ് ഈക്വൽ ടു എത്രയാണ്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. വോളിയം എന്താണ്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ വോളിയം നമുക്കറിയില്ലേ? നമുക്കറിയാം 3072 ആണ് വോളിയം. ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ എത്രയാണ് നമുക്കറിയാം. ബേസ് ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 256 ഇൻറ്റു ഹൈറ്റ് നമുക്കറിയോ? ഇല്ല. ഈ ഹൈറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അത് നമുക്ക് ഹൈറ്റായി തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി കണ്ടുപിടിക്കാൻ സുഖമാണ് അല്ലേ? ഹൈറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഈ 3072നെ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇൻറ്റു 256 ആണ്. അതിനെ നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പം ബൈ 256. ഇനി ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്രയാണ് വരിക? 12. എത്രയാണ്? 12. നിങ്ങൾ സൈഡിൽ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഹൈറ്റ് എത്ര കിട്ടും? 12 കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ആദ്യം നമ്മൾ ആ ഒരു സോളിഡ് ക്യൂബ് അതിൽ ഇടുന്നതിന് മുന്നേ ഉള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 10 ആണ്. ആ സോളിഡ് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ക്യൂബ് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ വാട്ടർ ലെവലിൽ വരുന്ന ഹൈറ്റ് എത്രയായിരിക്കും? 12 ആണ് എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എത്രയാണോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബൈ ഹൗ മച്ച് വുഡ് എത്രയായിരിക്കും വാട്ടർ ലെവൽ റൈസ് ചെയ്തിട്ടുണ്ടാവുക? വളരെ ഈസിയായി 12 മൈനസ് 10 അല്ലേ? ആദ്യത്തെ ഹൈറ്റ് 10 ആണ്. ഇപ്പോൾ എത്ര കിട്ടി നമുക്ക്? ഇപ്പോൾ 12 ആണ്. അപ്പോൾ 12 മൈനസ് 10 ഈസ് ഈക്വൽ ടു 2. അപ്പം എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും വാട്ടർ റൈസ് ചെയ്തിട്ടുണ്ടാവുക? 2 സെൻറ്റിമീറ്റർ. അപ്പം നിങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് നന്നായി വായിച്ച് മീനിങ് മനസ്സിലാക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ഇൻക്രീസ് ആയിട്ടുള്ളത്.